വെൽക്കം ബാക്ക് ഗൈസ്. ഇതേ നമ്മളിപ്പോൾ എറണാകുളത്ത് നിൽക്കുക. ഇപ്പോൾ സമയം 4 മണിയായി, വെളുപ്പിന് 4 മണി. അപ്പോൾ നമ്മളിവിടം വരെ എങ്ങനെ വന്നത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഇന്നലത്തേക്ക് ഞാൻ ബാക്കി കാണിക്കാം ഗൈസ്. ഓക്കെ, ഇതേ നമ്മൾ എറണാകുളത്തിന് പോകും. എറണാകുളത്ത് ഒറ്റ മൈൻഡ്. ഇപ്പോൾ സമയം എന്നാണോ? സമയം 8:30. 8:30 കഴിഞ്ഞ് ഒറ്റ മൈൻഡ് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. വരുന്നവരുമായിട്ട് നമ്മൾ എറണാകുളം പോവാണ്. നമ്മളതേ നേരെ ഒരു കൂട്ടാൻ്റെ വീട്ടിലോട്ട് പോവാം. ചെറിന് അങ്ങോട്ട് പോവാം. അവൻ്റെ അവിടെ നിന്ന് കാർ എടുക്കുക പോവാം. ചുമ്മാ രാഹുൽ അവിടെ ഉണ്ട് എറണാകുളത്ത്. അപ്പൊ അതിന്റെ അടുത്ത് ഇപ്പൊ പോവാന്നോ. ഓക്കെ, ജെറിന് വീട്ടിലെത്തിയിട്ടുണ്ട്. കാർ ഇറക്കുവാണ്. എങ്ങോട്ടാ? അവിടെ പോവാ? ഇപ്പൊ എന്നത്തെ എറണാകുളത്ത് പോകുന്നു രാത്രി. നിന്റെ ഗേൾഫ്രണ്ടിനെ കാണാം. ഓ ഗൈസ്, അർജുൻ എന്താ ഉണ്ട്? രാഹുലിനെ കാണാൻ പോണ. അങ്ങനെയൊന്നും പറയില്ല, ജെറിന് ഫീലാവും. രാഹുലിനെ പറ്റി നമ്മളാരെ അനാവശ്യം പറയല്. ഓ, പോൾ വാക്കർ കമ്മിങ്. കടുവക്കുളം പോൾ വാക്കർ ചേട്ടറി ഹായ്. അയ്യോ, ഓറ പോയി വിട്ടോ. ഓക്കെ, രണ്ടന്മാര് നോക്കി അമ്മര് വന്നില്ല ഇതുവരെ. ഇന്ത്യ അമ്മരൊന്ന് വിളിച്ചാളാ. ആർക്കൊന്നും ഉത്തരവാദിത്വം ഇല്ല. എവിടെയായാലും പോകുന്ന വിളിച്ചു കഴിഞ്ഞാൽ ആരും വരത്തൂല്ല. നമ്മളെന്തിനു പോകുന്നു ഈ പൂതിരാത്രിക്ക്? എന്തിനാ എറണാകുളം? 3 വട്ടം പറയും, ഞാൻ പറയത്തില്ല. 4ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ പറ. ധൈര്യം പറയണ. നീ വരുന്നില്ലടാ? അതിനാ അതിന് നമ്മളവിടെ കിടക്കാൻ പോകുന്നു. വെളുപ്പിനെ വരത്തോളോ? ആണോ? എന്ത് ചെയ്യാണ് ഗൈസ്, നമുക്കൊന്ന് വല്ലതും കഴിക്കാൻ പോയല്ലോ. ഈ നമ്പർ നോക്കി വെച്ചോ ഗൈസ്. എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടേ. ഇവനല്ലേ ഇവനായിരിക്കും. അവർക്കൊരു സൂപ്പർ കാർ ഉണ്ടെന്ന് കാണിച്ചു. സൂപ്പർ കാർ. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കുറെ നേരമായിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കുക. രണ്ടാമത് ഇതുവരെ വന്നിട്ടില്ല. പോസ്റ്റായി 9:40 ഗൈസ്. എന്നെ ചെയ്യാൻ നമുക്ക് ട്രാക്ക് ആയിട്ടുണ്ട്. ബൈക്കൊക്കെ മേടിക്കണം. അത് കൊള്ളാല്ലേ, ആ ആംഗിൾ കൊള്ളാല്ലേ. ഈ ആംഗിൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് കൊള്ളാം. പോസ്റ്റ് വന്നമാര് വന്ന് ഗൈസ്. ദേ ബസ് നോക്കി. ബാബാ, ഇതേ കയറിക്കോ. അവന്റെ പുതിയ ബൈക്കാണ്. മല വന്നിട്ടുണ്ട്. ദേ ഒരുത്തൻ, ഒരുത്തൻ. ഇത് പുതിയ ബൈക്കാണോ ബ്രോ? ഓട് ബേക്കറിന്ന് വല്ലതും കൊണ്ടുവന്നാണാ? ബേക്കറിയിലാണ് നിക്കുന്നത്. ബേക്കറിയിലോ ചോദിച്ചു എന്തായാലും ഉണ്ടോ? അവന്റെ പോക്കറ്റ് കീർത്തിരിക്കുന്ന കണ്ടിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഉമ്മാനൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നത്? ഒരു വ്ളോഗ് എടുക്കാൻ ഉമ്മാരൊന്നും കോർഡിനേറ്റ് ചെയ്യത്തില്ല ഗൈസ്, ചുമ്മാ. അപ്പൊ ഞങ്ങൾ ചലിക്കട്ടെ ഗൈസ്, ഞാൻ കാണിക്കാം. ഓക്കെ, കിട്ടി. നോക്കി ഒരു പമ്പ് കിട്ടി ഗൈസ്. ജിയോടെ പമ്പിൽ നിന്ന് അടിക്കാൻ ജിയോടെ പമ്പ് അടച്ചിട്ടേക്ക്. ഫുള്ള് നീടൂ. ഓക്കെ, ഫുള്ള് ഇട്ടോളാം. പെട്രോ എന്റെ കയ്യിലാ പൈസ. എന്റെ കയ്യിൽ പൈസ ഇല്ല. അമ്മ നാളെ രാവിലെ വരാം. 200 ഫണ്ട് ഡീൽ ചെയ്ത കൈ. ഞാൻ 100 രൂപ. ഇത്രയും പേരുടെ വയറ് നീ 100 രൂപയ്ക്ക് നടക്കണേ. എത്ര രൂപ? ഞാൻ 1000 ഒന്നും ഇല്ല. പോടാ ഇറക്കാൻ, പോടാ അങ്ങോട്ട്. അലമ്പാ കൈ. നമുക്കൊട്ടൊരു ഒടി കിട്ടിയതാ. അതൊന്നും ഞാൻ ഒന്ന് ഡീൽ ചെയ്യട്ടെ. ഭയങ്കര ലാഗാണ്. വേഗം ഇട്ട് കൊടുക്കണം. എന്തിട്ടാ കിട്ടോ എന്നാ ബ്രോ? പോയിട്ടുണ്ടോ? ഓക്കെ ഗൈസ്. മമ്മൂട്ടി വന്ന് ഗൈസ്.
ആ ശരിയടാ ശരിയടാ. ഈ അപ്പാപ്പിമാരെയൊക്കെ ആയിട്ടാണ് 1000 രൂപ 1000 രൂപ 1000 രൂപ. ആ ഇതന്നെ എടുക്കാത്ത ഇച്ചിരി AC ഇട്ടാ നീ ചൂടെടുക്കും. ഭയങ്കര ചൂടെടുക്കുന്നു. ഞാൻ ഹുഡിയൊക്കെ കൈ കിട്ടി ഹുഡിയൊക്കെ എടുത്തിട്ടുണ്ട്. മൂന്നാർ വേണേ പോകാനുള്ളു. വീട്ടിൽ വഴക്ക് പറയുന്നു വണ്ടി മൂന്നാർ. ഞാനിങ്ങനെയൊക്കെ നീ പോളാ അങ്ങോട്ട്. നീ പറ്റത്തില്ല ഇറങ്ങി പോളാ. അല്ല എന്തിന്? അതെ നിങ്ങൾക്ക് അവിടെ കയ്യും കാലും ഇല്ല കേട്ടാ അങ്ങോട്ട്. കുറച്ച് AC ഇടാം തണുക്കട്ടെ. എടാ കോപ്പിറൈറ്റ് അടിക്കുവോ? എല്ലാവർക്കും കിട്ടണോ AC? പിന്നെ ഈ ഗൈസ് വാംലേക്ക് വാമ്പട്ടം ഭയങ്കര കുളിങ്ങ. എന്നിട്ട് കൂളാവുന്നില്ല. എത്ര കട്ട കയറിയതാ? 2 കട്ട ഉണ്ടായിരുന്നു. അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. 2 കട്ട നീ എടുത്തു. നിനക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നീ എടുത്തു. ഇന്ന് പോടാ. ഇവിടെ വണ്ടിയൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയാം എടുക്കല്ലേ. ഓപ്പറേറ്റ് അടിക്കും ഗൈസ്. ഞാൻ സൗണ്ട് ഇല്ലാതെ രീതിയിൽ കേൾക്കാൻ പോകുന്നത്. ഞാൻ സൗണ്ട് കട്ട് ചെയ്യാൻ പോകും. ഞാൻ അങ്ങനെ കാണത്തുള്ളൂ. ഫ്ലാഷ് അടിക്കാം. പറഞ്ഞു പാട്ടാണ് ഗൈസ്. നമ്മളെങ്ങും ആയിട്ടില്ല. ഇപ്പൊ സമയം 10:30. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. രാഹുല് വിളിച്ചായിരുന്നു. അവനെ ജെറിനെ കാണണമെന്ന് പറഞ്ഞ് നമ്മളെ അവനെ അമ്മരെ കാണിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അമ്മമാരെ 2 പേരെ ഒന്ന് കാണിക്കണം. അത്രേ ഉള്ളൂ. അല്ലടാ നിനക്ക് അവനെ കാണണ്ടേ? അയ്യോ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചോടിച്ച് എവിടെയെങ്കിലും കൊണ്ട് കയറ്റുമെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കഴിച്ച് ഞങ്ങളവിടെ സേഫായിട്ട് എടുത്തു. വാൽവട്രോണിക് ഓണാക്കാൻ കഴിയും. വാൽവട്രോണിക് പിള്ളേരെ കേൾപ്പിക്കട്ടെ. വാൽവട്രോണിക് കേൾപ്പിക്കും. ഓക്കെ നീ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. ഓഫ് ചെയ്ത് നീ മിണ്ടിയും പറഞ്ഞു പോകും. പോസേ നിനക്ക് എന്നെ മിണ്ടാവുള്ളേ. ഈ ആംഗിൾ അങ്ങനെ ഉണ്ട് ഗൈസ്. അത് കിട്ടില്ല. നമ്മളത് അടുത്തോണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷത്തിനുള്ള വരട്ടെ. ഇവിടെ എല്ലാം റോങ് ആണ് ഗൈസ്. നമ്മൾ അതിലും റോങ് ആണ് അല്ലേ? ആരാ ബാക്കി ഇരിക്കുന്നത് നോക്ക്. ഇടയ്ക്ക് കൂടെ കണ്ടാ മതി. എന്ത് ആ അങ്ങ് ഇന്ത്യ ഫുള്ള് പിടിയാന്നാ പറയുന്നത്. എന്റെ പൊന്ന് ഗായ്സ് അവന്റെ ഫോണിന്റെ നമ്പറൊക്കെ എടുത്ത് നോക്കണം. CMA കളക്ടറെ എല്ലാവരുടെ നമ്പറുണ്ട്. ആരാ ശരിക്കും അവരാണോന്നൊന്നും എടുത്ത് വെക്കടാ. എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്ക്. ഇത്ര അലമണമാനി ഈ സാധനം ആണെങ്കിൽ പവർ ആവുന്നു. എന്തിനാ? ഓ ഗൈസ് നമ്മളെവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ജെറിന് ഭയങ്കര ആക്കണമെന്നതേ പാടാണ് ഗൈസ്. ആംഗിളൊക്കെ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ നമ്മളിപ്പോ എത്തുവാ 5 കിലോമീറ്ററും കൂടെ ഉള്ളു ഗൈസ്. എവിടെ ആരെ കാണാനാ? ആരെ കാണാൻ 5 കിലോമീറ്റർ. ജെറിന്റെ എത്ര മാസമാണ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ ആർമൻ മോട്ടോഴ്സിന് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഞാൻ പറയട്ടെ പറഞ്ഞേ ഓ വിദ്യാഭ്യാസം ഉള്ളത് എഡ്യൂക്കേഷൻ ഉള്ളത്. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഗൈസ്. പേരെന്നൊക്കെ പറഞ്ഞു ബുദ്ധി ഇല്ലാത്ത നമ്മുടെ കുഴപ്പമാണോ?
പഠിക്കാത്തതായിരിക്കും, ചിലപ്പോൾ ബുദ്ധി കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ IED ആയിരിക്കും, ഒന്നും അറിയത്തില്ല. അവൻ്റെ തന്ത അവനോട് പറഞ്ഞ പഠിക്കാൻ പോകണം, ബുദ്ധിയില്ലാത്തോണ്ടായിരിക്കും, അറിയത്തില്ല. നിർത്തി ഊക്കി വിട്ടേക്കുവാണ് ഇവരെ. ഇവരെ ഊക്കി ഊക്കി നിന്റെ സമയം വരും, നീ വിഷമിക്കാതെ. എന്റെ പൊന്നു കാഴ്ച ഇത് എത്തുന്നില്ല, എന്നെ ഉണ്ടാക്കുവോ? ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാണണോ? കണ്ടോ? എന്ത് കാണുന്നില്ലല്ലോ. കട്ട് ചെയ്യാം. ചെറിയ ഭയങ്കര തമാശയാട്ടോ ഈയിടെ ആയിട്ട്, ഭയങ്കര തമാശ ഇറക്കി. ചെറിയ പാട്ട് കേൾക്കാം. കുറെ നേരം ഉറങ്ങാൻ വണ്ടിക്കകത്ത് കയറി കിടപ്പുണ്ട് ഗൈസ്. വീട്ടിൽ കിടക്കാൻ ഇടയില്ലെന്ന് തോന്നുന്നു, വണ്ടിക്കകത്ത് കയറി കിടക്കും. അവൻ ഉറങ്ങിയെന്ന് പ്രാങ്ക് ചെയ്യും. ഇതേ മറ്റേ വണ്ടി ആക്സിഡന്റ് ആവുന്നു, ഞാൻ നടക്കത്തില്ല. അവൻ ഈ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുക. പട്ടിയാണോ? മാറാൻ പറയണം. പട്ടി വരുമ്പോ മാറടാന്ന് പറഞ്ഞാൽ മതി, മാറിക്കോളും. വൈറ്റില്ല സ്ട്രൈറ്റ് സിഗ്നൽ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നാണ് ചെക്ക് ചെയ്ത്. കപ്പ് കിടക്കുന്നത് മൊത്തം. എന്നിട്ട് കിട്ടിയില്ല നല്ലതായിട്ട്. ആ വണ്ടി മിറ്റിയോ സിഗ്നലാണ് ഗൈസ്. 90 അതോ 50 ആണോ? 50 ആണോ? 47. സിഗ്നൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ ഓടട്ടെ, നമ്മളിവിടെ നിൽക്കാം. എത്തിയേ അവനെ വിളിച്ചിട്ടൊന്നും ഇറങ്ങി വരുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. നമ്മളിവിടെ വന്നിട്ടുണ്ട്. രാഹുലേ ആടാ, സീറ്റ് പോയി, ഇറങ്ങണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നു. ശരി, സീറ്റ് പോയി ഗൈസ്, സീറ്റ് പോയി. രാഹുലേ വിളിച്ചിട്ടൊന്നും വിളി കേൾക്കുന്നില്ല ഗൈസ്. അവൻ എന്ത് ചെയ്യും? അവൻ ഇട്ട് തന്ന ലൊക്കേഷൻ ഇതാണ്, പുള്ളീനെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. ഒന്നുകൂടെ വിളിച്ചാ അഞ്ച് വെളിയിലിട്ടാ ആ വരട്ടെ ഗൈസ്. എന്നാ ഞങ്ങളിവിടെ വന്നു, നീ തന്ന ലൊക്കേഷന് അവിടെ ബിഗ് പാലിലൂടെ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ശരി, അന്ന് അവിടെ തന്നെ പോയി അമ്മാര് കറങ്ങി വരും. ഗൈസ്, നമ്മളെ എറണാകുളത്തെ തെരുവിലൂടെ ചുമ്മാ നടക്കുവാണ്. അവനിപ്പോഴാ ഫോൺ എടുത്തേ, അവിടെ കിറുക്കം കിടപ്പുണ്ട്. അവൻ്റെ ലൊക്കേഷൻ ഇവിടെ കണ്ട. അമ്മാര് കാറ് വിട്ടു, ഇനി കറങ്ങി വരണം. സീറ്റ് പോയി, ഫ്രണ്ടിലെ സീറ്റ് പോയി. അവൻ ഇവിടെ എവിടെയാണോ? ഇനി വല്ല ഷട്ടറിൻ്റെ അടിയിലാണോ, വണ്ടിക്കടിയിലാണോ? അതിന് ഇവിടെ എത്തിയപ്പോ അവൻ ഓടിച്ചേ എന്തോ ഉടായിപ്പോ. ഞാൻ ഇവിടെ എത്തിയപ്പോ കറക്റ്റ് അതിന് മുന്നേ വരെ അവൻ ഇങ്ങോട്ട് ലൊക്കേഷൻ ചോദിച്ചാൽ ഭയങ്കര മടിയായിരുന്നു തരാൻ. എന്നിട്ട് അവൻ ഇവിടെ എത്തിയൊരു ഹോം വിളിച്ചിട്ട് എടുക്കുന്നത്. ചെക്കൻ എറണാകുളത്ത് വന്ന് എന്തോ പെശകുണ്ട്. നോക്കട്ടെ, ഇവിടെ വലിയ വീടൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി വല്ല ആണ്. ആരില്ല അവന് ദത്തെടുത്തോ? ഇല്ല, അത് നേരത്തെ കിടക്കും ചേട്ടാ. ഓ ഗൈസ്, ഇനി അവൻ വരട്ടെ, നോക്കട്ടെ. അവൻ ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ വിളിച്ചിട്ട് ഇപ്പോൾ അവനെ കാണുന്നില്ല. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നല്ല ഓടിയാണ് ഗൈസ്. നമ്മളെ കോട്ടയത്തുനിന്ന് ഇവിടം വരെ വിളിച്ചെടുത്തിട്ട് ഉമ്മാര് നമ്മളിവിടെ ഇറക്കിയിട്ട് ഉമ്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്നതാന്ന് തോന്നുന്നു. അവൻ അങ്ങ് വിദൂരതയില് അങ്ങൂന്ന് അവനാന്ന് തോന്നണം. അവിടുന്ന് വരുന്നേ അവനാണോ? അവനാന്ന് തോന്നുന്നു അങ്ങൂന്ന് നടന്നു വരുന്നേ. അവനാണോടാ വരുന്നേ? അതാണോ? അവൻ അവിടുന്നല്ല, ഒരുത്തൻ വിളിക്കുന്നുണ്ടോ അവിടുന്ന്? അവനല്ലടാ അത്. എടാ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ വിളിച്ചാരോ? അതാരാ?
അതവനാണോ പൊളിച്ച്? കണ്ടോ കണ്ടോ, അവനാണോ? അതവനല്ലല്ലോ, അവനാണെന്ന് തോന്നണം. അത് ഇരട്ടകളാണല്ലോ. എടാ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ എന്റെ നിങ്ങളെ അറിഞ്ഞ അയച്ചു കൊടുത്താ പോലും. കണ്ടോ ഇങ്ങനെ, കണ്ടോ അവനാണോ വിളിക്കുന്നത്? നമുക്കിട്ട് നല്ല ഒടിയാ കൈസ് അവൻ തന്നെ. എല്ലാം ഞാൻ കട്ട് ചെയ്യാം. ഒന്നുകൂടെ അത് തന്നെ എടുക്കും. എന്തിന്? അത് കറക്റ്റാണോ? അടെ നീ നമ്മള് നിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്ത്. ബിഗ് ഫലൂഡയുടെ അവിടെ അറിയാവോ? ഫലൂഡ ഗൂഗിള് എന്റെ പൊന്നു ഗൈസ്, മാരെയൊക്കെ കൊണ്ടയാ. ഓ അത് ഗൂഗിൾ മാപ്പാണോ? ഓക്കെ ഗൈസ്, ഒന്ന് ഡീലാക്കട്ടെ. ഡിഫൻഡർ കണ്ടേക്കോ അതെ. നീ പിന്നെ ആദ്യം പറഞ്ഞ അവിടെ വിട്ടേ. നീ പോയില്ലേ? 30 ഇവിടെ ഏതൊക്കെ വണ്ടി? ഇതേ ഒരു ബെൻസ്, മേഴ്സിഡീസ്, ഒരു ബീം കിടപ്പുണ്ട്, ഡിഫൻഡർ. ഇതിനകത്തൊരു പോർഷ കിടക്കുന്നു. അപ്പൊ ഇതിനകത്ത് എന്നൊക്കെ വണ്ടിയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇപ്പൊ എങ്ങോട്ടാ? ഓ ഗായ്സ്, ഇതിനകത്ത് മൊത്തം ആളാ. ഓ ഗായ്സ്, ഒരു മേഴ്സിഡീസ്, ഒരു BM, ഇതിനകത്ത് കിടപ്പുണ്ട്. ഇവനാ നമ്മളെ പോസ്റ്റ് ലുലു. കണ്ണാടി കാണാൻ ഞാൻ കണ്ണാടി വെക്കണോ? വെക്കാലോ. ഞങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? വണ്ടി ബാക്കിലോട്ട് പോകും. അയ്യോ, വണ്ടി ബാക്കിലോട്ട് പോകുന്നു. അവന് ടെമ്പററി അടങ്ങിയിരുന്നു കേട്ടോ. തിരിച്ചു വിടറാ. വഴിയൊന്നും അറിയത്തില്ല, ഒരു വഴി നോക്കാൻ അറിയത്തില്ല. കഴിവില്ലാത്തവരാ നമ്മളെ പോസ്റ്റ് നമ്മളെ വഴിയൊക്കെ തെറ്റി ഗൈസ്. എന്നിട്ട് പോകുന്നുണ്ട് വഴി തെറ്റിച്ച് ഇങ്ങ കാണിച്ച്. ആ ശരിയാ ശരിയാ. ഇപ്പൊ നേരെ വന്ന സൈഡിൽ കൂടെ ഇനി ഒരു 5 കിലോമീറ്റർ കിലോമീറ്റർ കൂടുന്നേ. വഴി തെറ്റിയൊന്നും. 1 കിലോമീറ്റർ ഇത്ര നേരം ടൗണിൽ കൂടെ ഇനി പോകണ്ട, തിരിച്ചേക്കാല്ലേ. ഇനി വീട്ടിൽ പോകാം. 48 ആയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് 10 മിനിറ്റ് ഉണ്ട് ചായ കുടിക്കാൻ. ആ ചേച്ചി ഫാസ്റ്റ് മേടിക്കുവാ. എന്നിട്ട് ഫാസ്റ്റ് ഇവിടെ കുറച്ച് രോഗികളൊക്കെ വണ്ടിക്കകത്തുണ്ട് ഗൈസ്. ഞാൻ ഓഫ് ചെയ്യാം. ഓക്കെ എത്തിയിട്ടുണ്ടേ. ഈ റൈറ്റ് ഇതാണ് നമ്മളെ ഇതാണ് എയർപോർട്ട്. അടിപൊളി. ഇവിടെ ഒരു ജാഥക്കുള്ള ആളുണ്ട് ഗൈസ്. കഫേ വന്നിരിപ്പുണ്ട്. എന്റെ പേരൊക്കെ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഷാപ്പിൽ എന്റെ പേര് എഴുതാനാ. ഇവിടെ പാട്ടുണ്ട്. നമുക്ക് നമ്മൾ ഓപ്പോസിറ്റ് എയർപോർട്ടോ, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ കയറി വന്നപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് അടിക്കും. ചായയിൽ എന്റെ പേര് എഴുതിക്കൊണ്ട് വരും തോന്നേ. എന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. ഫ്ലൈറ്റ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലൈറ്റ് ഞങ്ങൾ കയറിയപ്പോൾ എന്ത് ഇതേ കാഴ്ച ഒരു ഫ്ലൈറ്റ് പോകുന്നു. ഫ്ലൈറ്റ് ചായ കിട്ടിയോ?
ഫ്ലൈറ്റിനൊക്കെ നോക്കിയതാണോ? ഫ്ലൈറ്റ് പോയി. കഴിച്ച് നമ്മളെ കാപ്പി വരട്ടെ എന്നിട്ട് കാണാം. ഇതുവരെ ഫ്ലൈറ്റ് കാരണം ഭയങ്കര സമയം. ചായ കുടിക്കാൻ വന്നിട്ട് ചായ കുടിക്കാൻ പറ്റുന്നു. എയർപോർട്ടിന് കീഴെ കൊണ്ട് കട വെച്ചേക്കും. കാശ് ചുമ്മാ പണ്ണാണ്. വള്ളി കിട്ടും. അയ്യോ അവർക്കെല്ലാം ഭയമാണ്. കാശ് ഇത് ഞങ്ങൾ മെനു ആണ് ഇവിടുത്തെ. സ്കാൻ ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. എൻ്റെ വിരൽ അവിടെ വരുന്നുണ്ടല്ലേ ഗൈസ്. ഇപ്പോഴാണ് ഇവിടുത്തെ മ്യൂസിക് ഓഫ് ചെയ്തത്. എവിടെ? താഴെയോ? പ്ലെയിനോ? അവിടെ നമ്മുടെ ചായ. കോഫി ചായ കുടിച്ചു നോക്കട്ടെ. ചായ ഫ്ലൈറ്റ്. വലിയ സ്പീഡില്ലല്ലോ. അതിനെ ഇറക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാം. കേസ് അങ്ങോട്ട് കയറ്റും. ഇല്ല അവൻ കയറി വരുന്നതിന് അതിനാണ് ചായ. അങ്ങോട്ട് പോകാം. ചായ കുടിച്ചു. നമ്മളിവിടുന്ന് പ്ലേസ് മാറി. ഇപ്പം എയർപോർട്ടിനടുത്താണ്. കുറച്ചും കൂടെ എയർപോർട്ടിനകത്ത് പോയി. പെട്ടെന്ന് നമുക്ക് ചായ കുടിച്ചോണ്ടിരിക്കും. പെട്ടെന്ന് ഫ്ലൈറ്റ് തരണം. മതിലടി അങ്ങോട്ട് കയറി. ഒരു കുഴപ്പമില്ല. ബോർഡിങ് ഒന്നും എടുക്കണ്ട. അച്ഛനാണോ? ഫ്ലഷ് ചെയ്യും. എന്തിയാടാ അതിലേ പോയോ? മറന്നു പോയോടാ. വേണ്ടേന്ന് അതിലെടുക്കും. അവൻ്റെ കൂടെ അതിങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ടേ പോകത്തുള്ളൂ. ഒരു ഫ്ലൈറ്റ് വരെ വെയിറ്റ് ചെയ്യുക. എന്നെ അടുത്ത ഫ്ലൈറ്റ് എടുത്തോ. ഷോപ്പടയ്ക്കാറായി. സമയം 1 മണി. ഷോപ്പടയ്ക്കാറായി. ഇപ്പം ഇറക്കി വിടും. ഈ കഫേയുടെ പേര് ടേക്ക് ഓഫ് കഫേ. ടേക്ക് ഓഫ് ഇവിടെയാണ്. പൊട്ടുന്ന സൗണ്ട് കേട്ടോ. അതാണ് വരുമായിരിക്കും. ഇങ്ങോട്ട് വരാൻ പറ. ഫ്ലൈറ്റ് നമ്മളെ കടവിന്റെ അവിടെയും പതിനഞ്ച് ഇവിടെയും 15. ഒരു ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. കുറേ നേരം. അതിന് ഡ്രൈവർ ശരിയല്ല. ഡിസിപ്ലിൻ. ഉരുണ്ട് തുടങ്ങി പോയി. ഓരോ പൊട്ടുന്ന ചീറ്റുന്നൊക്കെ സൗണ്ട് കേട്ടോ. ഇതൊക്കെ അതിനകത്തുള്ള പോരും. എന്തി ഒരു സൗണ്ട് വെക്കുന്നു. പോരും ഗൈസ്. ആ ഫ്ലൈറ്റിൽ പോയവർക്ക് എല്ലാവർക്കും ഹാപ്പി ചെയ്യണി. ഓക്കെ. അവരാരെങ്കിലും വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് നിങ്ങൾ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കിട്ടിയോ? കിട്ടി. അതന്നെ
അല്ലെങ്കിൽ മറ്റേ ഭക്ഷണം അവിടെ നേരത്തെ കൊടുക്കില്ലേ അടിച്ചു കൊടുക്കില്ല പൈസൊക്കെ പോകും ചേഞ്ച് എൻ്റെ ഫോണിൽ നൂറാന്നാ ചേട്ടാ വണ്ടി അല്ല വണ്ടി അല്ല ഫോൺ ഒരു എന്നൊക്കെ വട്ട പറയുന്നത് കിട്ടിയത് ഞാൻ എടുത്തല്ലോ അത് മതി എനിക്കത് മതി ഇതാ പക്ഷെ ഞാൻ സ്റ്റോറി ഇടുമ്പോൾ മെൻഷൻ വെച്ചാൽ അതിനല്ല പിന്നെ വേറെ എടുത്തൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചെയ്യാവോ അറിയാവുന്നല്ല ചെയ്യുന്നുണ്ടോ എന്നല്ല ചെയ്യുന്നുണ്ട്. കുഞ്ഞു പിള്ളേരെ പോലെ ഇവിടെ ഒരുത്തൻ പള്ളുരുത്തി ഇതാ സൂപ്പർ ചായ വെറും 15 രൂപ. കോട്ടയത്തു നിന്ന് ഇവിടം വരെ വന്നു ചായ കുടിച്ച് ഫ്ലൈറ്റ് കണ്ട് ഫ്ലൈറ്റെല്ലാം കൂടെ കയറാൻ വേണ്ടി എയർപോർട്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. ഇവിടെ ഇരിക്കുക, ചായ കുടിക്കുക, എയർപോർട്ട് അവിടെ സ്റ്റെപ്പ് കയറുക, താഴെ ഇരിക്കണം, ആ മതിലിരുന്ന് കുടിക്കുക. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. ആ കിണറിനകത്ത് ആരാണോ ഉള്ളത്? ചന്ദ്രൻ. അതിനകത്തൊരു ചന്ദ്രനുണ്ട്, കാണിച്ചു തരാം. ചന്ദ്രൻ അങ്ങ് മണ്ടയ്ക്ക് മാത്രമല്ല ഇവിടെ ഉണ്ട്. ഇതിലെ സൗണ്ട് ഭയങ്കര സൗണ്ട്. എന്റെ പൊന്നു കൈസ്, അത് പോകുമ്പോ എന്നെ സൗണ്ട് ആക്കണം. അത് ഫ്ലൈറ്റ് പോകുന്നതാണ്, അത് കാണിക്കണം. സ്റ്റക്കായി നമ്മള് കഫേന്ന് ഇറങ്ങി. ഇതാണ് കഫ. എയർപോർട്ട്. എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഓക്കെ, നമ്മളിവിടെ ഇരിക്കുക. ഇനി ഇവിടെ നിശ്ചയം ഇരിക്കട്ടെ. ഓക്കെ, എന്നാ സൗണ്ടാ നോക്കിക്കേ. പൊന്നു കായ്സ്, ഓ വെടിച്ചില് പോകുന്നല്ലേ. അതെ, പൊങ്ങുന്നു കായ്സ്. അയ്യോ, അവരാകാശത്ത് പോയി. ആ ഫ്ലൈറ്റിൽ പോകുന്ന ആരെങ്കിലും വേണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. സൈഡ് നോക്കിക്കൊണ്ട് ഇവിടെ ഇപ്പൊ കൊണ്ട് കയറ്റും. അതിലെ വേണേ വണ്ടി കറക്റ്റ്. നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോട്ടെ. ഓക്കേ, ഇത് എല്ലാരും നമ്മളെ നോക്കുന്നു ഗൈസ്. അപ്പൊ കഫേ ടാറ്റ ബൈ ബൈ. നമ്മൾ തോറ്റ തൊപ്പിയെ കണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി തിരിച്ചു വന്നേ. തൊപ്പിയില്ല, ഒരു മൂലയില്ല. ഒരു ജൂനിയർ തൊപ്പിനെ കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ കഫയ്ക്കകത്തിരും. സമ്മതിച്ചു. ആ കഫയ്ക്കകത്തൊരു തൊപ്പി ഉണ്ടായിരുന്നു, പക്ഷെ തൊപ്പിയല്ലായിരുന്നു. പോട്ടെ. ഇവിടെ നീ പറഞ്ഞ ആൾക്കാരെ ഉള്ളതാണോ രാഹുലെ? ഞാനൊരു സ്ഥലത്ത് നിൽക്കുമോ, വീട്ടില് ഈ വ്യൂ നിങ്ങൾക്ക് വേറെ ഒരു ഓനകത്തും കാണാൻ പറ്റില്ലേ. ഇപ്പൊ കാണിച്ചു തരുന്നത് അമ്മ റെച്ചിറ്റു ഒക്കെ കിടക്കുന്നു. ഇത് കണ്ടോ ഗൈസ്? റേഞ്ച് റോവർ എല്ലാം കിടപ്പുണ്ട്. അതിൻ്റെ അകത്തൊരു പോർഷ, റോൾസ് റോയ്സ് കിടക്കുന്നു. ഇപ്പറേ റോൾസ് റോയ്സ് കിടക്കുന്നു. ഓ ഗൈസ്, ഇത് റോൾസ് റോയ്സ് അല്ല, ഇത് ബെന്ലി കേട്ടോ. മാറിപ്പോയി. കുറെ കിടക്കുന്ന റോൾസ് റോയ്സ്. റീല് സെറ്റ് ചെയ്യുന്നു. അമ്മ എടുക്കുന്നുണ്ടോ ഗൈസ്? പിന്നെ ഇതെല്ലാം ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വള്ളിയാവുന്നു. മാറി ഈ ക്ലാസ് നടക്കും. ഇതിലെ സാധനം ഒരു രക്ഷയില്ല. ഇതാണ് മോട്ടിവേഷൻ. ഇതല്ലേ മോട്ടിവേഷൻ? ഈ വ്യൂ നോക്ക് ഗൈസ്.
നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ തോന്നുന്നുണ്ടോ ഇതേലൊക്കെ നോക്കി നിന്നാൽ മതി അല്ലേ? ഇതൊരു മോട്ടിവേഷനാണ്. വൺ ഡേ അത് ബെന്റിയാ. ആ കിടക്കുന്ന ബെന്റിയാ കൈസ വൈറ്റ്. റോൾസ് റോയ്സ് ഇത്. അത് റോൾസ് റോയ്സ് മേബാക്കൊന്നുമല്ല. മേബാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. നീ ഹമ്മറുണ്ടോ? അത് ഇതന്നെയാണ് ഇങ്ങനെ ഇട്ടേക്കുണ്ട്. വീട്ടിലുണ്ട് ഒരു രക്ഷയില്ല. ഒരു BM ഇത് കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. കണ്ടിട്ട് മതിയാവുന്നില്ല. ഇത് എന്റെ പൊന്നു, ഇത് റോൾസ് റോയ്സ് കിടക്കുന്നുണ്ട്. ആ ചിഹ്നത്തൊന്ന് തൊടാൻ പറ്റുമോ എന്ന്? അയ്യോ, എനിക്കിവിടെ വന്നിട്ട് പിരിപിരിക്കുന്നു. റേഞ്ച് റോവറിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടോ? ഇതെന്താണ് ഇവരിങ്ങനെ പുറത്തിട്ടേക്കുന്ന സ്കീം മനസ്സിലാവത്തില്ല. ഈ ബെൻസിന്റെ ഇന്റീരിയർ ഹമ്മറിന്റെ അകം കാണാൻ പറ്റുക. ഞാൻ ഇതിന്റെ ഇത്ര ഉണ്ട്. അയ്യോ, എന്റെ ഇത്ര ഉണ്ട് ഈ വണ്ടി. ആ ഇതിന്റെ ഇന്റീരിയർ തൊട്ട് ബെൻസ് ആ ചിഹ്നത്തിന്റെ അവിടെ പോയി നിൽക്കാം. ഇങ്ങനെ നിൽക്കും. ഓക്കെ ഗൈസ്, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യട്ടെ. ഓക്കെ, വൺ ഡേ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് അർമം മോട്ടേഴ്സ്. ഈ മോട്ടേഴ്സിൽ നമ്മൾ വിട്ട പറയുകയാണ്. എല്ലാ കാറുകൾക്ക് ടാറ്റാ ബൈ ബൈ. എല്ലാ കാറും നമ്മളെ കാർ ഇവിടെ കിടപ്പുണ്ട്. ഓ, ഇതൊക്കെ കണ്ട് ഈ ബെൻസൊക്കെ കണ്ടോ ഗൈസ്? എന്നെ രസമാണ്. ഒരു രക്ഷയില്ല ഗൈസ്. ബെന്നി കിടക്കുന്നു നോക്ക്. ഇങ്ങനത്തെ ഒരു ഷോറൂം കോട്ടയത്ത് വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ടി പോയി കാണാൻ. റോൾസ് റോയ്സ്, ഹമ്മർ, വീണ്ടും ഒരു മേഴ്സിഡീസ്, നമ്മുടെ വണ്ടി. പൊന്നു ഗായ്സ്, ഒരു രക്ഷയില്ല. ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കുക. എന്നെ രസമാണ്. പോകാൻ തോന്നുന്നില്ല ഗൈസ്. കേറിക്കോ. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. എൻ്റെ മോട്ടിവേഷൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ അതാണ്. M4 കിടക്കുന്ന കണ്ടോ ഗൈസ്? രാത്രിയാണ്ട് ക്വാളിറ്റി. ഇതിനകത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനുണ്ട്. അതൊരു മോട്ടിവേഷൻ തന്നെ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ഇവിടെ നിന്ന് തന്നെയാണ്. നമ്മൾ അർബൻ മോട്ടേഴ്സ് വന്നിട്ട് നമ്മൾ ഈ ചില്ലിങ്കൂട്ടിലോട്ട് വന്നത്. പകൽ വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറി കാണാം. ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. നമുക്കിത് കയറി കാണാം. അവരെല്ലാം ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. എനിക്ക് ആ കിടക്കുന്ന റോൾസ് റോയ്സിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയെന്ന് പറഞ്ഞു കൊടുത്തോ? പറഞ്ഞാളാ. ഗേറ്റ് തുറക്കാൻ താമസിച്ചു പോയി. അതിന്റെ നിസാമെന്ന് പറഞ്ഞ എടുത്തത് അതിന്റെ ഓണർ. ആ റോൾസ് റോയ്സിന്റെ ഓണറിന്റെ കാര്യമാണ് ഇവൻ പറയുന്നത്. അവൻ സെക്യൂരിറ്റി ഇടിച്ചു വന്നു. ജയിലില്ല, അവന്റെ വണ്ടിയാണ്. ഇതിന്റെ ഓണർ ഇപ്പൊ ജയിലിലാന്ന് അവൻ പറയുന്നത്. റോൾസ് റോയ്സിന്റെ അത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അർബൻ മോട്ടേഴ്സ്. ഒന്നുകൂടെ പറയട്ടെ, കുറച്ചും കൂടെ വ്യക്തമായിട്ട്. എന്റെ പൊന്നു ഗായ്സ്, ഞാൻ ചാടി കടന്നാലോ അങ്ങോട്ട്? നീ കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കി നിൽക്കണം. വീഡിയോ ഒരു റീൽ എടുത്തിട്ടുണ്ട്. അത് കിടിലൊരു റീൽ എടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുക. എത്ര ലക്ഷം കോടി കണക്കൊക്കെ കിടക്കുന്നതാണ്. ഈ ഓടിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഓടിയുടെ A4 അങ്ങനെ തോന്നുന്നു. ഇവിടെ ഒരു റോൾസ് റോയ്സ് കിടപ്പുണ്ട്. ഈ റോൾസ് റോയ്സിന്റെ കഥ നിങ്ങളിപ്പോൾ കേട്ടില്ലേ? ഇത് കണ്ടോ ഗായ്സ്? ഇതാണ് നമ്മുടെ മോട്ടിവേഷൻ. ഇതായിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ അല്ലടാ. അതാണ് ഇമാരെല്ലാം ഇവിടെ ഇങ്ങനെ മരുന്ന് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കും മതിയാവുന്നില്ല. ഇതാണ് ഇപ്പൊ രാത്രി സമയം തന്നെയാടാ. എന്നിട്ടേ സമയം 2:20 ഗൈസ്. 2:20 അർമൻ മോട്ടേഴ്സിന് ഫ്രണ്ട്. ഇതേ M4, ബെൻസ്, ആ ഓടി A4 സീരീസ് ഏതോ കൊള്ളാം. ഞങ്ങളിവിടെ നിൽക്കട്ടെ ഗൈസ്, കാണിക്കന്നെ. ഓക്കെ, മരെല്ലാം നിൽപ്പുണ്ട്. ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അയ്യോ,
വൺ ഡേ ഗൈസ്, വൺ ഡേ. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പോകാൻ നോക്കും. നമ്മളെപ്പോലെ ഇഷ്ടം പോലെ ഒരു ഇവിടെ വണ്ടി നിർത്തും. വലിയ വലിയ വണ്ടിയുള്ളവർ വന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം നിന്നിട്ട് അർമ്മം പോട്ടെ. സ്റ്റാറ്റാ ബൈ ബൈ. വീണ്ടും കാണുന്നതായിരിക്കും. നമ്മളിനി അങ്ങോട്ടാണോ? ക്യൂൻസ്വേ. ക്യൂൻസ്വേയിലോട്ടോ. അവിടെ ക്യൂൻസ് മാത്രമേ ഉള്ളൂ രാഹുൽ പറയുന്നത്. ആണോ? ക്യൂൻസ്വേയിൽ ക്യൂൻസ് മാത്രമേ ഉള്ളൂ. കുറെ ക്യൂൻസിന്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും വരും. ഒരു എക്സ്യൂവി പോകുന്നതാണോ കൈ? അത് സത്തോ റെഡ റെഡ റെഡ. ആ പച്ച പച്ച പച്ച. അതെന്നാ പയ്യെ പോയ കല്ലൂരെത്തി. ഇവിടെ പ്ലേറ്റഡ് ഇൻഫ്യൂസ് ചിക്കൻ കിട്ടും. ഇവിടെ ഇൻഫ്യൂസ് ചിക്കൻ പ്ലേറ്റഡ് ഇല്ലേ, നൈസാണ്. ഓഫാക്കി ഗൈസ്, ഓഫാക്കി. ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ 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 അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ പ്രാന്താ ഗൈസ്. ബൈക്കിന്റെ സൈലൻസർ ഊരി ഒറ്റ പോകാം. അയ്യോ, ഇതൊക്കെയാണോ ഗൈസ് നടക്കുന്നത്? നോക്കട്ടെ ഗൈസ്. ആണോ പോകുന്ന ഒരുത്തനൊക്കെ സിഗ്നല്. ഗൈസ് ആ നമ്പർ നോക്കിക്കോ, പെറ്റി കൊടുത്തു. ഓക്കെ. ഇവിടെ ഓരോരോ പരിപാടിയൊക്കെ കണ്ടത്. പിള്ളേർ ഡാൻസ് ഒക്കെ കളിക്കും. ഞാൻ അങ്ങോട്ട് മാറിയിട്ട് കേൾപ്പിക്കാം. ഓക്കെ. നമ്മളിപ്പോഴും ക്യൂൻസ്വേ തന്നെ. ഇവിടെ സമയം ഇപ്പം 3-3:30 എന്നിട്ടും ഇവിടെ ഒരാളിനൊരു ക്ഷാമമില്ല. ഇഷ്ടം പോലെ ആൾക്കാരാണ്. നമ്മളെ കോട്ടയത്തൊക്കെ പകൽ എങ്ങനെയാണോ ആ പകല ഇവിടെ വെളുപ്പിന് 3:30 മൊത്തം ആൾക്കാരാ. ഒരു വ്യത്യാസമില്ല. ഇതേ മൊത്തം ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെയാണ്. നമ്മുടെ കാർ അങ്ങേയറ്റത്താ. നമ്മളിവിടം വരെ നടന്നു വന്നേ. ഒരു രക്ഷയില്ല. ഇനിയൊക്കെ അതുവഴി പോയിട്ട് ആരെയൊക്കെ കൊണ്ട് നമ്മളൊന്നും ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ മറ്റേ പുള്ളി ഇരിപ്പുണ്ട്, മാർട്ടിൻ ചേട്ടൻ. പുള്ളിയാണ് അവിടെ ഇരുന്ന് ഭയങ്കര അതാ മാർട്ടിൻ പുറയെ നമ്മൾ കണ്ടത്. പുള്ളിയെ പോകിനകത്ത് എടുത്തില്ല, പുള്ളി അടിച്ച് തിരിഞ്ഞിരിക്കുക, അതുകൊണ്ട് എടുത്തില്ല. ഓക്കെ. ക്യൂൻസ്വേയുടെ തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വെളുപ്പിന് 3:30 കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ആൾക്കാർക്ക് ഒരു കുറവ്. മട്ടാഞ്ചേരി മാട്ടിനൊക്കെ ആയിട്ട് വലിയ കണക്ഷനൊക്കെ ഉണ്ടാക്കി. ഇവിടുത്തെ ഡോണായി. ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടില്ല ആ സീനൊന്നും. പുള്ളി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം. ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. കുറച്ചു നേരം നമ്മളോട് ഉണ്ടായിരുന്നു. ഇവിടുന്ന് അങ്ങേറ്റം വരെ പോയിട്ടാണ്. നമ്മുടെ കൂടെ വന്നമാര് ആ വണ്ടിക്ക് പുറകെ ഇരിപ്പുണ്ടമാര്. നമ്മുടെ വണ്ടി നമ്മള് വണ്ടി ഇട്ടെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോഴും ആൾക്കാർ കുറവില്ല. കുറേ പേര് പാട്ട് കേൾക്കുന്നു, കുറേ പേര് നടക്കുന്നു, കുറേ പേര് ഓടുന്നു, കുറേ പേര് കുറേ പെമ്പിള്ളേരെ വളയ്ക്കാൻ നോക്കുന്നു. ഇതാണ് ഇവിടുത്തെ പരിപാടി. നമ്മളിനി നൈസായിട്ട് വണ്ടിയെ കയറട്ടെ. ഓക്കെ ഗൈസ്. എത്ര നിലയുണ്ടെന്ന് എണ്ണാവും നിങ്ങൾ. എത്ര നിലയുണ്ടെന്ന് എണ്ണിക്കോ. കുറച്ച് സെക്കൻഡ് ഇവിടെ കാണാം. ഓക്കെ ഗൈസ്. എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. റൊക്കം എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇത് നമ്മളിപ്പോൾ സമുദ്ര കൊച്ചി എന്ന് പറഞ്ഞൊരു ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് നമ്മളിരിക്കുന്നത്. രാഹുലൊക്കെ എന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഇവിടുന്ന് ഊണാന്നാണ്. ഊണ് കഴിക്കാൻ വന്നത് വെളുപ്പിന് 4 മണിക്ക്. എല്ലാവരും അളഞ്ഞു കഴിക്കും. കഴിക്കട്ടെ. ഓക്കെ. അടിച്ചെത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവനെ കൊണ്ട് ചാടിക്കും. ഹോസ്റ്റലിൽ പോവാന്ന് പറഞ്ഞു. എന്റെ കയ്യോ പോയില്ലാത്തല്ല. ഇവനെ കൊണ്ട് ചാടിച്ചിട്ട് നമ്മളെ സ്ഥലത്തോട്ട് പോവാ. അതാണ് പരിപാടി. ഇത്രേ ഉള്ളൂ. നമ്മൾ കുറെ കാറ് കണ്ട്, കുറെ ആൾക്കാരെ കണ്ട്, മാർട്ടിനെ കണ്ട്. മാർട്ടിനെ അത് വ്ലോഗ് എടുക്കായിരുന്നു. അത് വ്ലോഗ് എടുത്തില്ലേ? അതും കൂടെ എടുത്തിട്ട് ഇനി. ഓക്കെ ഗൈസ്. ബൈ 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 ബൈ. അടുത്ത ആഴ്ചയോ? ഓക്കെ. വിട്ടു. അതങ്ങനെ 1x ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ കയ്യെ കാണത്തുള്ളൂ ഗൈസ്. അവൻ പോവാ.
അവൻ ഹോസ്റ്റലിലോട്ടാണോ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. അതോ വേറെ വല്ല പരിപാടിയോ? നീ ഹോസ്റ്റലിലോട്ട് തന്നെയാണോ? നീ ഇങ്ങോട്ട് കേറുന്നത് കണ്ടിട്ട് പോട്ടെ. ഇതാണ് നിങ്ങളുടെ ഏരിയ? ആ ശരി ശരി ഓക്കെ. അപ്പോൾ ഓക്കെ കേസ് ഞങ്ങളും അങ്ങോട്ട് ചലിക്കട്ടെ. കൊണ്ടിരിക്കുവാണ് കൊണ്ടേയിരിക്കുവാണ്. എല്ലാവരും അണഞ്ഞുണ്ട്. ഞാൻ മാത്രം ഇവിടെ ഓണായിട്ട് ഈ വഴികളിൽ ശബമ അത് കൈയൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഒരു ബിഗിനർ അതാണ് ഗൈസ് അതാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. ബോസാണ് വണ്ടി ഓടിക്കുന്നത്. അതെല്ലാം പുറകിരിപ്പുണ്ട്. ഇങ്ങോട്ടൊക്കെ നോക്കാറാ ചാടിക്കടാ. ഞാൻ പറഞ്ഞില്ല അത് പതുക്കെ ചാടിക്കാൻ. ഞാൻ വെച്ച് മറ്റേ വെള്ളം വരെയാന്നത്. പതുക്കെ പോയ വണ്ടി ആദ്യം കയറി തെക്ക് വടക്ക് പോയി വണ്ടി. റിഫ്ലക്ടറിലൊക്കെ കയറിയതാ. ആ ഇവിടെ താര റെസ്റ്റോറന്റ് വന്നു നമ്മള്. താര നല്ല വൈകുന്നേരം വരെ നല്ല ചിക്കൻ ഫ്രൈയുടെ മണം. ചിക്കൻ ഫ്രൈയുടെ മണം വരും നല്ല. നേരെ ഇനി വീട്ടിൽ പോവാ. അവിടെ വണ്ടി നീ നേരെ നോക്കിയാ മതി. ഇങ്ങോട്ടും നോക്കണം. അപ്പൊ നമ്മള് ചേർന്ന വീട്ടിൽ പോകുന്ന അവിടുന്ന് വണ്ടി എടുക്കുന്ന വീട്ടിൽ. ഓക്കെ നേരം വെളുത്തതേ പെട്ടമായി. എത്ര സമയം തന്നെയാണ്? 6:30 6 മണി കഴിഞ്ഞു. നമ്മളിതേ കോട്ടയത്താറായി. ഏതാനും കിലോമീറ്ററുകളേ ഉള്ളൂ. നമ്മളെന്തിനാണ് അല്ല കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ കളികളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ വ്ളോഗിൽ പറയുന്നില്ല. ഓക്കെ കഴിച്ചു. അതിന് വേണ്ടി തന്നെ വേറൊരു വ്ളോഗറൊക്കെ ഉണ്ട്. അത് പറയേണ്ടി വരും. ഓക്കെ ഗൈസ് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ. വണ്ടി ഓടിക്കുന്നു ഇറക്കി പുറകെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ വീടെത്തി. ചെറിയ വീട്ടിലെത്തി. കറക്റ്റ് 6:30 നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്നു ഗൈസ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വന്നു. ഡോറ എടാ അതിനെ ഇറക്കി വിടല്ലേ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്തിനാ പോയെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ചുമ്മാ പോയി നിന്നു പോയിട്ട് വന്നു അത്ര പോകും. അപ്പോൾ ഓക്കെ എല്ലാവരും ഓക്കെ. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ.